ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിഖുകൾ എന്ന് പറഞ്ഞാൽ, നിഫാഖ് മനസ്സിലുള്ളവരെന്ന് പറഞ്ഞാൽ അവർ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. നരകത്തിന്റെ പ്രത്യേകതയായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നത് എന്താണ്? നരകത്തിന്റെ അടിയിലേക്ക് പോകുന്തോറും, നരകത്തിന്റെ ആഴത്തിലേക്ക് പോകുന്തോറും നരകത്തിന്റെ കാഠിന്യം കൂടി വരുന്നതാണ്, അദാബിന്റെ കാഠിന്യം കൂടി വരുന്നതാണ്. ആ ഏറ്റവും കാഠിന്യം കൂടിയ നരകത്തിലായിരിക്കും മുനാഫിഖുകൾ ഉണ്ടാകുക എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ മുനാഫിഖുകൾ നാളെ മഹ്ശറയിൽ മുഅ്മിനീങ്ങളെ കാണുന്ന ഒരു രംഗമുണ്ട്. യൗമ യഖൂൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത് ലില്ലദീന ആമനൂ ഉൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും. അതാ മുനാഫിഖുകൾ മുഅ്മിനീങ്ങളുടെ പ്രകാശത്തെ കാണുകയാണ്, ഈമാനിന്റെ വെളിച്ചത്തെ കാണുകയാണ്. അവരതാ പറയുകയാണ്, നഖ്തബിസ് മിൻ നൂരിക്കും, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രകാശം കുറച്ചൊന്ന് ചുരുങ്ങി തരുമോ, ഞങ്ങൾക്ക് പകർത്തി തരുമോ? ഖീലർജിഉ വറാഅക്കും ഫൽതമിസൂ നൂറാ. നിങ്ങൾ പിറകോട്ട് പോകുക, കൽപ്പന വരികയാണ്. നിങ്ങൾ പിന്നോട്ട് മാറി നിൽക്കുക, സ്വന്തം പ്രകാശം നിങ്ങൾ തേടുകയും ചെയ്തുകൊള്ളുക. ഫദുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ് ബാതിനുഹു ഫീഹിർ റഹ്മ വദാഹിറഹു മിൻ ഖിബലിഹിൽ അദാബ്. അവർക്കിടയിൽ ഒരു വാതിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ വാതിലിന്റെ ഉൾഭാഗമാകട്ടെ അല്ലാഹുവിന്റെ റഹ്മത്തിനാൽ പരിരക്ഷിക്കപ്പെട്ട ആളുകളായിരിക്കും. ആ വാതിലിന്റെ പുറത്തുള്ളവരാകട്ടെ നരകാഗ്നിയെ കാത്തു നിൽക്കുന്നവരായിരിക്കും. യുനാദൂനഹും, ആ വാതിലിന്റെ അപ്പുറത്ത് വെച്ച് മുനാഫിക്കുകൾ വിളിച്ചു പറയുകയാണ്, അലം നകും മഅകും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയല്ലയോ? ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിസ്കരിച്ചവരല്ലേ? ഞങ്ങൾ നിങ്ങളുടെ കൂടെ നോമ്പെടുത്തവരല്ലേ? ഞങ്ങൾ നിങ്ങളുടെ കൂടെ ദഅവാ പ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിച്ചവരല്ലേ? ഞങ്ങൾ നിങ്ങളോടൊപ്പമുള്ളവരല്ലേ? ഖാലു അലം നകും മഅകും ഖാലു ബലാ വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബതും വഗറത്കുമുൽ അമാനി. ആ മുഅ്മിനീങ്ങളെ തിരിച്ചു പറയുകയാണ്, പക്ഷേ നിങ്ങൾക്ക് സംശയമുണ്ടായി, എന്തോ ഒന്നിന് നിങ്ങൾ കാത്തു നിൽക്കുകയുണ്ടായി. നിങ്ങളുടെ വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. വഗറത്കുമുൽ അമാനി, നിങ്ങളുടെ ഊഹാപോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. ഹത്താ ജാ അംറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ പരലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ഹശ്റിന്റെ മൈതാനിയെക്കുറിച്ച്, ബർസഖിന്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടായിരുന്നില്ല. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, അല്ലാഹുവിന്റെ വിഷയത്തിൽ ആ മഹാവഞ്ചകൻ നിങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്തു. ഫൽയൗമ ലാ യുഖദു മിൻകും ഫിദിയത്തുൻ വലാ മിനല്ലദീന കഫറൂ മഅവാകുമുൻ നാർ. അതുകൊണ്ട് ഇന്നേ ദിവസം നിങ്ങളിൽ നിന്നൊരു പരിഹാരവും സ്വീകരിക്കുന്നതല്ല, നിങ്ങളുടെ മടക്ക സ്ഥാനം നരകവുമാകുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ് പരിശുദ്ധ ഖുർആനിൽ. മുനാഫിഖുകളുടെ പതിതാവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ, എത്രയോ വലിയ ഖേദത്തിന്റെ, ദുരന്തത്തിന്റെ അവസ്ഥയാണ്. ഈ ആയത്തുകൾ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് ആവർത്തിച്ച് ചോദിച്ചത്, ഹുദൈഫ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന നിഫാഖിന്റെ പട്ടികയിൽ ഉമറിന്റെ പേരുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു ഇടക്കിടക്ക് വന്ന് ചോദിക്കും, ഹുദൈഫ, അല്ലാഹുവിന്റെ റസൂൽ മുനാഫിഖുകളെ കുറിച്ച് നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഹുദൈഫ, ഈ ഉമറിന്റെ പേര് ആ മുനാഫിഖുകളുടെ പട്ടികയിലുണ്ടോ ഹുദൈഫ എന്ന് ആവർത്തിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ അറിയണം, നമ്മൾ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഉന്നത കുലപതികളായ ആ സ്വഹാബിമാരിൽ പ്രഥമനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ പോലും നിഫാഖ് വന്നു പോകുമോ എന്ന ഭയമുണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ഭയവും ആ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഒരു പ്രയാസവും ആ ജീവിതത്തിൽ ഇല്ല. പ്രിയപ്പെട്ടവരെ, നിഫാഖ് ഏത് നിമിഷവും കടന്നു വരാം. കാപട്യം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരൊറ്റ വീഡിയോ മതി കേട്ടോ, ഒരൊറ്റ വീഡിയോ മതി നിഫാഖിന്റെ കയത്തിലേക്ക് നാം വലിച്ചെറിയപ്പെടാൻ. ഒരു 4-3 മിനിറ്റുള്ള ഓഡിയോ മതി നമ്മുടെ ഹൃദയത്തിൽ കാപട്യം മുളച്ചു പൊങ്ങാൻ. നിസ്സാരമല്ല പ്രിയപ്പെട്ടവരെ, മുമ്പൊരിക്കലുമില്ലാത്ത വിധം ഈമാനിന്റെ വിഷയത്തിൽ അപകടങ്ങൾ പതിയിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
നിഫാഖിന്റെ സ്രോതസ്സുകൾ വഴിയിലുടനീളം വിതറിയിരിക്കുന്നു. അതേത് നിമിഷവും നമ്മെ അറ്റാക്ക് ചെയ്യാം. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കുക, റബ്ബേ നിഫാഖിന്റെ അവസ്ഥയിൽ എന്നെ എത്തിക്കരുതേ റബ്ബേ, നിഫാഖിന്റെ മനസ്സിൽ ഉണ്ടാക്കരുതേ റബ്ബേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ആ കാപഢ്യത്തിൽ നിന്ന്, നിഫാഖിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഹൃദയം തലകുത്തനെയുള്ള മുനാഫിക്കുകളുടെ ഹൃദയമാണ്. നാലാമത്തെ ഹൃദയമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, പ്രിയപ്പെട്ടവരെ, ആ ഹൃദയത്തിന്റെ പ്രത്യേകത അത് ഷീൽഡഡ് ആണ്. അത് ഒരു തരം മറയുള്ളതാണ്, ശക്തമായ മറയുള്ള ഒരു ഹൃദയമാണ്. ആ ഹൃദയത്തിന്റെ പ്രത്യേകത, എന്തൊക്കെ ഉത്ബോധനങ്ങൾ കേട്ടാലും ഒരു മാറ്റം ആ ഹൃദയത്തിന് ഉണ്ടാവില്ല. ഏതുപോലെ എന്നറിയുങ്ങൾ, നമ്മൾ കടയിൽ പോയിട്ട് ഒരു കിലോ ആപ്പിളോ അല്ലെങ്കിൽ 1 കിലോ മാങ്ങയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് നല്ല വൃത്തിയിൽ ഇതൊക്കെ കെട്ടി അതിങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ ഈ ആപ്പിൾ എന്ത് ചെയ്തു, കുറച്ച് ചെളിയിലേക്ക് അങ്ങോട്ട് വീണു എന്ന് വിചാരിക്കാം. അപ്പൊ ചെളി നമുക്ക് കഴുകിക്കളയാൻ ആ സമയത്ത് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ആപ്പിൾ നല്ല പ്ലാസ്റ്റിക്കിന്റെ കവറിലിട്ട് നല്ല ഭദ്രമായി കെട്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ബേസനിലിട്ടിട്ടോ അല്ലെങ്കിൽ കുളിമുറിയിൽ കൊണ്ടുപോയിട്ടോ നമ്മൾ ഈ കവറിൻ്റെ പുറത്ത് നന്നായിട്ട് കഴുകാണ്. കുറേ നേരം എടുത്ത് ഇങ്ങനെ കഴുകി 1 മണിക്കൂറാണ് കഴുകി. കവർ തുറന്നാൽ എന്താ സംഭവിക്കുക? ആ ചെളി അവിടെ തന്നെ ഉണ്ടാവും. ഇതുപോലെയാണ് ചില ആളുകളുടെ മനസ്സ്. അവരുടെ ഹൃദയത്തിൽ ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലാഹു പറഞ്ഞു, ആദ്യം ഹൃദയത്തെയാണ് പടച്ചോൻ പറഞ്ഞത്. ഖത്തമല്ല, അല്ലാഹു സീൽ വെക്കുന്ന കൂട്ടത്തിൽ ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, ആദ്യം ഹൃദയത്തെയാണ് പടച്ചോൻ പറഞ്ഞത്. അതൊരു മെക്കാനിസമാണ്. ആ ഹൃദയത്തിന് സീൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആ ഹൃദയത്തിന് ഒരു മറ വന്നു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, പിന്നീട് കണ്ണ് വർക്ക് ചെയ്യൂല, കാതും വർക്ക് ചെയ്യൂല, ഒന്നും വർക്ക് ചെയ്യൂല. നരകത്തിന് വേണ്ടി പടക്കപ്പെട്ട ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താണ്? വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ടൊരു വിഭാഗം നരകത്തിന് വേണ്ടിയുള്ളവരാണ്. അവരുടെ പ്രത്യേകത എന്താണ്? ഒന്നാമതല്ല പറയുന്നു, ആദ്യമല്ല പറയുന്നത് ഏതാണ്? ലഹും ഖുലൂബ് ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട് കേട്ടോ, അവർക്ക് ഹൃദയങ്ങളുണ്ട്. ആ ഹൃദയങ്ങൾ കൊണ്ട് ചിന്തിക്കാൻ അവർക്ക് പറ്റുകയില്ല. വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, ആ കണ്ണുകൊണ്ട് അവർക്ക് കാണാൻ കഴിയില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവികളുണ്ട്, ആ ചെവികൾ കൊണ്ട് കേൾക്കാൻ അവർക്ക് സാധ്യമല്ല. ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ, അവർ കന്നുകാലികളെ പോലെയാണ്. കന്നുകാലികൾ പോലും അവരെക്കാൾ ഒരുപക്ഷെ നന്നായേക്കാമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഹൃദയം വല്ലാത്തൊരു ഹൃദയമാണ്. എന്ത് പറഞ്ഞാലും നന്നാവാത്ത ഹൃദയം ബ്ലോക്കാകുന്നതോടുകൂടി കണ്ണുകൊണ്ടൊന്നും കാണാൻ കഴിയില്ല, ചെവി കൊണ്ടൊന്നും കേൾക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, കണ്ണുകൊണ്ട് കാണുന്നതിന് 2 രീതിയിലാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുക. കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയെ ഹൃദയം കൊണ്ടും ചിന്തിക്കാൻ കഴിയും, നമുക്ക് തലച്ചോറ് കൊണ്ടും ചിന്തിക്കാൻ കഴിയും. നമ്മളിങ്ങനെ വഴിയരികിലൂടെ നടന്നു പോകുമ്പോ ഒരു യാചകൻ ഇരുന്നു കൊണ്ട് യാചിക്കുകയാണ്, അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, അയാളുടെ വയറിങ്ങനെ ഒട്ടിയിട്ടുണ്ട്, വാരിയല്ലുകൾ ഇങ്ങനെ എണ്ണിയെടുക്കാൻ കഴിയും. നമ്മളിങ്ങനെ ആ മനുഷ്യനെ കാണുമ്പോ ചില ആളുകൾ അതാ തലച്ചോറ് കൊണ്ടാണ് ചിന്തിക്കുക. എങ്ങനെയാണ് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക? ഈ മനുഷ്യന് ഞാൻ എന്റെ പണം കൊടുത്താൽ, എന്റെ പൈസ കൊടുത്താൽ എനിക്കതുകൊണ്ട് എന്താണ് നേട്ടം, എനിക്കതുകൊണ്ടുള്ള ലാഭം എന്താണ്? ഇനി ഇയാൾ വിശന്ന് മരിച്ചു പോയാൽ എനിക്കതുകൊണ്ടുള്ള നഷ്ടം എന്താണ്? അതുകൊണ്ട് ഞാൻ കൊടുക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ തലച്ചോറ് കൊണ്ട് മാത്രമാണ് ആലോചിക്കുക. എന്നാൽ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച ഹൃദയത്തിലേക്ക് പോകുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരെന്താണ് ആലോചിക്കുക? എനിക്കുമുണ്ട് കുടുംബാംഗങ്ങൾ, എനിക്കുമുണ്ട് കുടുംബം, എനിക്കുമുണ്ട് വയർ, എനിക്കുമുണ്ട് വിശപ്പ്. ഈ മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആളുകൾ എന്നെ അവഗണിക്കുമ്പോൾ എന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കാൻ സാധ്യതയുണ്ട്, എത്രമാത്രം പ്രയാസപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മാലാകുന്ന സഹായം ആ മനുഷ്യന് നമ്മൾ ചെയ്തു കൊടുക്കും. ഫലസ്തീനിലെ പിഞ്ചോ മരപ്പൈതങ്ങളുടെ തകർന്നടിഞ്ഞ ശരീരങ്ങളും പൊട്ടിത്തെറിച്ച തലയോടുകളും കാണുമ്പോ ചില മനുഷ്യര് തലച്ചോറ് കൊണ്ടാണ് ആലോചിക്കുക. പ്രിയപ്പെട്ടവരെ, അവരെന്താണ് ആലോചിക്കുക? തലച്ചോറ് കൊണ്ട് ആലോചിക്കുമ്പോ അവരെന്താണ് ആലോചിക്കുക? ഇതുകൊണ്ട് എനിക്കുണ്ടാവുന്ന നഷ്ടം എന്താണ്? ഇതുകൊണ്ട് എനിക്കുണ്ടാകുന്ന കേടെന്താണ്? എന്റെ കുടുംബത്തിൽ പ്രശ്നമില്ല, എന്റെ കച്ചവടത്തിൽ പ്രശ്നമില്ല, അതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടും
ഇടപെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തെ ഏത് ദിക്കിലായാലും ഏത് രംഗത്തായാലും ചെറിയ പൈതങ്ങളും കുട്ടികളും ആക്രമിക്കപ്പെടുമ്പോ ആ കുട്ടികളിൽ സ്വന്തം മക്കളെ കാണുന്നവരുണ്ട്, സ്വന്തം കുഞ്ഞുങ്ങളുടെ മുഖങ്ങളെ, സ്വന്തം കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വങ്ങളെ ആ മക്കളിൽ കാണുന്നവരുണ്ട്. അവരുടെ കണ്ണറിയാതെ നിറഞ്ഞു പോകും. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ അവർ തയ്യാറായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില ആളുകളുടെ കാഴ്ച നേരെ തലച്ചോറിലേക്ക് മാത്രമാണ് പോകുക, ചില ആളുകളുടെ കാഴ്ച നേരെ ഹൃദയത്തിലേക്കാണ് ആദ്യം പോകുക. ഇവിടെ പടച്ചോൻ പറഞ്ഞത് എന്താണെന്നറിയോ? വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുണ്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ തലച്ചോറ് കൊണ്ട് മാത്രമാണ് അവർക്ക് കാണാൻ കഴിയുക, ഹൃദയം കൊണ്ട് കാണാൻ അവർക്ക് കഴിയുകയില്ല. തലച്ചോറ് കൊണ്ട് മാത്രമാണ് അവർക്ക് കേൾക്കാൻ കഴിയുക, ഹൃദയം കൊണ്ട് കേൾക്കാൻ അവർക്ക് സാധ്യമല്ല. അവരുടെ പ്രത്യേകത എന്താണ്? ഉലൈക കല്ലനാം, അവർ മൃഗങ്ങളെ പോലെയാണ്. മൃഗങ്ങളുടെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ടവരെ? വനാന്തരങ്ങളിൽ ചില കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. സിംഹങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി വേട്ടയാടുന്ന സമയം ചില സിംഹങ്ങൾ അതാ കൂട്ടത്തോടുകൂടി ജീവൻ വിട പറയുന്നതിന്റെ മുന്നേ, ജീവൻ പോകുന്നതിന്റെ മുന്നേ ചില ഇരകളെ അങ്ങനെ ഭക്ഷിക്കുകയാണ്. കടിച്ചു പറിച്ച് മാംസം പറിച്ചു തിന്നുന്ന ആ വേദനയിൽ ആ ഇരകൾ എത്രയെത്ര ഉറക്കക്കരഞ്ഞാലും ഈ പറയുന്ന മൃഗങ്ങൾക്ക് മനസ്സിൽ അലിവുണ്ടാകാറില്ല, മനസ്സിൽ പ്രയാസമുണ്ടാകാറില്ല. കാരണം എന്താണ്? അവർക്ക് ഹൃദയം കൊണ്ട് ചിന്തിക്കാനുള്ള കഴിവ് പടച്ചോൻ കൊടുത്തിട്ടില്ല എന്നതാണ്. അതുപോലെയാണ് ചില മനുഷ്യർ എന്തൊക്കെ കണ്ടാലും എന്തൊക്കെ കേട്ടാലും എന്തൊക്കെ അറിഞ്ഞാലും അവരുടെ ഹൃദയത്തിനൊരു മാറ്റം ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ കലാമിന് അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. എന്നാൽ മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ് പ്രിയപ്പെട്ടവരെ? വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അഅ്യുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ് യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ് ശാഹിദീൻ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവതീർണമായ പരിശുദ്ധ ഖുർആനിന്റെ കലാമങ്ങൾ കേൾക്കുമ്പോ തറാ അഅ്യുനഹും, അവരുടെ കണ്ണുകളെ അങ്ങേക്ക് കാണാം നബിയേ, തഫീദു മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്, സത്യം തിരിച്ചറിഞ്ഞത് കാരണം ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നതായി നബിയെ അങ്ങേക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ഹൃദയവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവമാണ് കണ്ണുകൾ. മനുഷ്യന്റെ ഹൃദയവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവമാണ് കണ്ണുകൾ. കരയാത്ത കണ്ണുകളാണ് നമുക്കുള്ളതെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ തഖ്ശ വമിൻ ഐനിൻ ലാ തജ്മ. അല്ലാഹുവേ, പേടിക്കാത്തൊരു ഹൃദയത്തിൽ നീ എന്നെ കാത്തുരക്ഷിക്കണേ. ശരണം തേടാനാണ് പറഞ്ഞത്. കരയാത്ത കണ്ണുകളിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, കരയാൻ കഴിയുകയില്ല എന്നത് നമ്മുടെ മനസ്സിന്റെ കട്ടിയൊന്നല്ല, അതൊരു രോഗമാണ്, അതൊരു അസുഖമാണ്. ആ അസുഖമുള്ള ഹൃദയങ്ങളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉറയിൽ ഇടപെട്ട ഹൃദയം. നിങ്ങൾ എത്ര തന്നെ പ്രസംഗിച്ചിട്ടും കാര്യമില്ല, എത്ര ലേഖനങ്ങൾ കൊടുത്തിട്ടും കാര്യമില്ല, അവര് നന്നാവൂല. ചില ആളുകളെ കണ്ടിട്ടില്ലേ, എത്ര ഉപദേശിച്ചാലും നന്നാവാതെ ആ പഴയ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഇതിനൊരു കാരണം കൂടിയുണ്ട്. ഇങ്ങനെയുള്ള ഹൃദയം വരാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിന് അല്ലാഹു ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ ശരീരത്തിന് ഒരു പ്രതിരോധ ശേഷിയില്ലേ? പുറത്തുനിന്നൊരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ള ആന്റിബോഡികൾ ശക്തമായി പ്രതികരിച്ച് അതിനെ തോൽപ്പിക്കും. അതുപോലെ നമ്മുടെ ആത്മാവിനും അല്ലാഹു ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്രതിരോധ സംവിധാനം ആത്മാവിന് അല്ലാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് നഫ്സുൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന നഫ്സ് എന്ന് അല്ലാഹു പറഞ്ഞത്. ഒരാൾ വ്യഭിചരിക്കാൻ പോകുമ്പോൾ ആദ്യം അവനോട് വേണ്ടാന്ന് പറയുക ആരാണെന്നറിയോ? വേണ്ടട്ടോ, നീ പോവണ്ട എന്ന് ആദ്യം അവനോട് ആരാ പറയാ? അവൻ്റെ ഭാര്യയോ അവൻ്റെ കൂട്ടുകാരോ? പിന്നെ അവൻ്റെ മനസ്സാക്ഷിയാണ്. ഒരാൾ കക്കുമ്പോ തെറ്റാണ് കേട്ടോ എന്ന് ആദ്യം അവനോട് പറയാ ഓൻ്റെ ഈ നഫ്സുൽ ലവ്വാമയാണ്. പക്ഷേ ഈ നഫ്സുൽ ലവ്വാമ മരിക്കും. എങ്ങനെയാണെന്നറിയോ? ഇതിങ്ങനെ കേൾക്കാതെ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇതിനെ മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ പിന്നെ മൂപ്പര പണി അവിടെ നിർത്തും. പിന്നെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ മനസ്സാക്ഷി കുത്തുണ്ടാവില്ല. എത്ര വ്യഭിചരിച്ചാലും മനസ്സാക്ഷി കുത്തുണ്ടാവില്ല. എത്ര കട്ടാലും മനസ്സാക്ഷി കുത്തുണ്ടാവില്ല. എന്തൊക്കെ വൃത്തികേട് ചെയ്താലും മനസ്സാക്ഷി കുത്തുണ്ടാവില്ല. അയാൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ നമ്മളൊക്കെ ഒരു തെറ്റ് ചെയ്താൽ മനസ്സ് വല്ലാതെ വേദനിക്കും. നമ്മൾ പ്രയാസപ്പെടും. എന്തുകൊണ്ടാണ്? ആ നഫ്സുൽ ലവ്വാമ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ് പറയണം നമ്മൾ. ഇനി ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലും നഫ്സുൽ ലവ്വാമ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പുതുജീവൻ നൽകാനുള്ള അവസരമാണ് എന്ത്? ഈ പരിശുദ്ധ റമദാൻ. എങ്ങനെയാ പുതുജീവൻ നൽകേണ്ടത്? തൗബയാണ്.
മരിച്ചുപോയ നഫ്സുൽ ലവ്വാമക്ക് കൊടുക്കേണ്ട കുടിനീരാണ്, ജീവന്റെ നീരാണ് തൗബ എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, അല്ലാഹുവിലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായ തൗബയുമായി മടങ്ങിക്കൊള്ളുക, തൗബ ചെയ്യുക. മരിച്ച നഫ്സുൽ ലവ്വാമ എഴുന്നേൽക്കും. അടുത്ത വട്ടം നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ആ ലവ്വാമ, ആ പ്രതിരോധ സംവിധാനം, ആ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അത് പ്രവർത്തിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞ പരിശുദ്ധമായ ഹൃദയം നേടിയവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് മറ്റു സമുദായങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ഒരുപാട് സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. 900 ചില്ലാനം കൊല്ലക്ക് ആയുസ് നൽകപ്പെട്ട സമുദായങ്ങളുണ്ട്. നൂഹ് നബിന്റെ സമുദായം, വലിയ 60 അടി നീളമുള്ള ആളുകളുണ്ടായിട്ടുണ്ട്, ആദ് സമുദായം. ഇവരിൽ നിന്ന് നമുക്കുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ്? അറിയില്ല. ലൈലത്തുൽ ഖദ്ർ കിട്ടിയതാണോ? അതൊരു പ്രത്യേകതയാണ്. പക്ഷെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഈ കഴിഞ്ഞു പോയ സമുദായങ്ങൾക്കൊന്നും പ്രവാചകന്മാരുടെ ദൗത്യം അല്ലാഹു കൊടുത്തിട്ടില്ല, നമുക്കത് തന്നിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും പ്രവാചക ദൗത്യം ഏറ്റെടുത്തവരാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ അവസാനമായി പ്രസംഗിക്കുന്ന സമയം, ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്ന് ഒരായത്താണെങ്കിലും അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അങ്ങേയറ്റം പ്രതീക്ഷയോടുകൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാം തലമുറ ആ പ്രതീക്ഷയെ 100 മേനി നിറവേറ്റി എന്നതാണ് സത്യം. ആ പ്രവാചകന്റെ മുന്നിലിരുന്നത് എത്ര ആളുകളാണ്? 100,000 ചില്ലാനം സ്വഹാബികളാണ്. അതിന്റെ 2000 ഇരട്ടിയാണ് ഇന്ന് ലോകത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം. 2 ബില്യണിലധികം, 200 കോടിയിലധികം. ലോകത്ത് 4 മനുഷ്യരെടുത്താൽ അതിലൊരാൾ മുസ്ലിങ്ങളാണ്. അൽഹംദുലില്ലാഹ്. ആ ഒന്നാം തലമുറയുടെ പ്രവർത്തനത്തോടുകൂടി ആ ഉത്തരവാദിത്വം അവസാനിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ,